നിലമ്പൂർ എംഎൽഎ പി.വി. അൻവറിന്റെ കക്കാടംപൊയിലെ പാർക്കിന് ലൈസൻസ് അനുവദിച്ച് കൂടരഞ്ഞി പഞ്ചായത്ത്. ലൈസൻസ് കുടിശ്ശികയായിരുന്ന 7 ലക്ഷം രൂപ പഞ്ചായത്തിൽ അടച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പാർക്കിന് അനുമതി നൽകിയത്. അതേസമയം കുട്ടികളുടെ പാർക്കിന് മാത്രമാണ് അനുമതി നൽകിയതെന്നും ഇലക്ട്രിക് റൈഡുകൾ പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ ഈ കിഡ്സ് ഗാർഡന് മാത്രമാണ് പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ളത്. സുരക്ഷാ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം കിഡ്സ് ഗാർഡന് മാത്രമാണ് സർക്കാർ അനുമതി നൽകിയത്. വാട്ടർ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന റൈഡുകൾ ഇതിനൊന്നും അനുമതിയില്ല. കിഡ്സ് ഗാർഡന് മാത്രമാണ്, കുട്ടികളുടെ പൂന്തോട്ടം പ്രദർശനത്തിന് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിൽ അവർ അപേക്ഷ നവംബർ മാസം നൽകിയിരുന്നു. സാങ്കേതിക കാരണങ്ങളാൽ ലൈസൻസ് നൽകാൻ സാധിച്ചിട്ടില്ല. മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ലൈസൻസ് അനുവദിക്കാനുണ്ടായത്. സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, പി.വി. അൻവറിന്റെ പാർക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് പഞ്ചായത്തിന്റെ ഈ തിടുക്കപ്പെട്ടുള്ള നീക്കം. എന്ത് രാഷ്ട്രീയമാണ് അതിന് പിന്നിൽ? അതെ, കൃത്യമായി പറഞ്ഞാൽ രോഹിണി, ഈ ലൈസൻസ് ഇല്ലാതെ പാർക്ക് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന ചോദ്യം കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ഈ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട എന്തിനെന്ന ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയുണ്ടായി കോടതി. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെ ഈ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ഈ അനുമതിയുമായി പഞ്ചായത്ത് തന്നെ രംഗത്തെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. അത് തന്നെയാണ് വിമർശനാത്മകമായിട്ടുള്ള കാര്യവും. കാരണം പ്രധാനമായി പറയുന്നത് ഈ വിശദീകരണം, അതായത് ഈ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നൽകുന്ന വിശദീകരണം, കുടിശ്ശികയായി അടയ്ക്കേണ്ട തുക 7 ലക്ഷത്തോളം വരുന്ന തുക അടച്ചതിന് ശേഷമാണ് തങ്ങൾ അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ കിഡ്സ് ഗാർഡന് മാത്രമാണ് അനുമതി നൽകിയത് എന്നുള്ളൊരു വിശദീകരണം കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് പറയുന്നുണ്ട്. വാട്ടർ റൈഡുകൾക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യേണ്ട മറ്റ് റൈഡുകൾക്കോ ഒന്നും തന്നെ അനുമതി നൽകിയിട്ടില്ല. കിഡ്സ് ഗാർഡന് മാത്രമാണ് അനുമതി നൽകിയത് എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുമോ എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അത്തരത്തിൽ സുരക്ഷാ വീഴ്ചകളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റും വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമായതാണ്. കാരണം ഈ ഒരു അനുമതി കിഡ്സ് പാർക്കിന് മാത്രമാണ്, മറ്റ് റൈഡുകൾക്കൊന്നും തന്നെ അനുമതിയില്ല എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. റവന്യൂ റിക്കവറി കുടിശ്ശികയായ 2.5 ലക്ഷം രൂപയും ഇതിനോടകം തന്നെ അടച്ചിട്ടുണ്ട്. ഈ പാർക്ക് PVR നാച്ചുറൽ പാർക്കിന്റെ അധികൃതർ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലാത്ത പാർക്ക് എങ്ങനെ പ്രവർത്തിച്ചു എന്ന ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ പാർക്കിന് അനുമതി നൽകിയത് എങ്ങനെയെന്ന ചോദ്യം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് പരിഗണിക്കാനിരിക്കെ ഇത്തരത്തിൽ ഒരു നീക്കവുമായി പഞ്ചായത്ത് തന്നെ രംഗത്തെത്തുന്ന സാഹചര്യവും രാഷ്ട്രീയ ഇടപെടലുകളുണ്ട് എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അധികാരവും പണവുമുള്ള ആർക്കും എന്തുമാവാം എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇതെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതിക്കാരൻ ഉൾപ്പെടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാരണം പരിസ്ഥിതി ദുർബല പ്രദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദേശത്ത് ഇത്തരത്തിൽ കുട്ടികളുടെ ജീവൻ കൊണ്ട് പന്താടാൻ കഴിയില്ല. അത്തരത്തിൽ കുട്ടികളുടെ ജീവൻ ആപത്തുള്ള സംവിധാനമാണ് അവിടെ ഉള്ളതെല്ലാം എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നൽകിയ വിശദീകരണത്തിൽ പറയുന്നത്. തുടർച്ചയായി ഇത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടൽ മൂലം ഈ പാർക്കിന് അനുമതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ പഞ്ചായത്ത് തന്നെ വിശദീകരണവുമായി വരുന്നു. കിഡ്സ് ഗാർഡന് മാത്രമാണ് അനുമതി എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. കുടിശ്ശിക അടച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നതാണ് പഞ്ചായത്ത് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ശരി, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.